ഞാൻ പല ആംഗിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സാരി ഇങ്ങനെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. പകുതിക്ക് നിങ്ങൾ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവൻ എത്ര കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുക്കുന്നതെന്ന് അറിയാവാ. ഹലോ, അപ്പം എൻ്റെ സാരി കളക്ഷൻ്റെ ഒരു ഭാഗം കാണിച്ചതിന് ശേഷം മറ്റേ ഭാഗം കാണിക്കാൻ വലിയൊരു ഇടവേള വേണ്ട വന്നു കേട്ടോ. വേറെ ഒന്നുമല്ല, മടി പിടിച്ചിട്ടാണ് കേട്ടോ. വീഡിയോ എടുക്കണം ഡെയിലി ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്നെല്ലാം വിചാരിക്കും. പക്ഷെ എന്തെല്ലോ ഒരു കാരണത്താൽ എല്ലാം അങ്ങ് സാധിക്കാതെ ആയിപ്പോന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സാരി കളക്ഷൻ്റെ അടുത്ത ഭാഗം. അപ്പോൾ നമ്മൾ ഈ ഭാഗം സാരികൾ കണ്ടതാണ്. ഇനി നമുക്ക് ഈ ഭാഗം സാരികൾ കാണാം. പിന്നെ സാരി കളക്ഷൻ്റെ വീഡിയോ ചെയ്തുതരാം. എൻ്റെ അടുത്ത് കുറേ പേര് സജസ്റ്റ് ചെയ്തിട്ടുണ്ടേനും സാരി കളക്ഷൻ കാണിക്കുമ്പോൾ ജസ്റ്റ് സാരി മാത്രം കാണിച്ചു പോയി അതിൻ്റെ ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കും. ഞാൻ തന്നെ മടക്കി വെക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഫുള്ളായിട്ടൊന്നും കാണിക്കേണ്ടെന്ന്. അപ്പോൾ ബാക്കിയുള്ള സാരി ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിച്ചു. ഇതൊരു ഫാൻസി സാരിയാണ്. ഇത് എൻ്റെ കല്യാണത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ സാരി എടുക്കുമല്ലോ, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാരി എടുക്കും, അന്നേരം എടുത്തിട്ടുള്ള ഒരു ഫാൻസി സാരിയാണിത്. ഈ ഒരു കളറ് ഞാൻ ചിലപ്പോൾ എന്നെ കൊന്നാലും ഞാൻ എടുക്കില്ല കേട്ടോ, ഈ ഒരു കളറ്. കാരണം എനിക്ക് എൻ്റെ സ്കിൻ ടോണുമായിട്ട് ചേരാത്തൊരു കളർ പോലെയാണ്. കാരണം എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കളറേ ഇല്ല. എൻ്റെ കല്യാണത്തിൻ്റെ സമയം വരെ എൻ്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു കളറേ ഇല്ല. ഈ ഒരു ചിക്കു കളർ എന്ന് പറയുന്നൊരു സാധനം ഇല്ല. ഞാൻ അന്നേരം കറുപ്പ്, റോസ്, പച്ച, ഡാർക്ക് കളറിൻ്റെ ആളാണ് ഞാൻ. ഇവിടെ വന്ന് ഈ സാരി കണ്ടത് ഞാൻ വിചാരിച്ചു സാരി എനിക്ക് ചേരുമോ. പക്ഷെ ഞാൻ ഇട്ടുതരാൻ പൊളിച്ചാളിനെ മക്കളെ, ഞാൻ പൊളിച്ചാളിനെ. ഭയങ്കര ഇഷ്ടമുള്ള സാരിയാണ്. എനിക്ക് ഒറ്റക്കെല്ലാം ഉടുക്കാൻ പറ്റുന്നു. ഞാൻ അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ് വന്നേരം ഞാൻ എൻ്റെ സാരിയെല്ലാം ഞാൻ എങ്ങനെയെങ്കിലും ഒറ്റക്കാണ് ഉടുത്ത് നോക്കിയിട്ടുള്ളത്. പിന്നെ ഞാനങ്ങ് ഒറ്റക്ക് ഉടുത്തോളും. പക്ഷെ എനിക്ക് വേറെ ഒരാൾ ഉടുപ്പിക്കുന്ന എനക്കാണൂടെ, ഞാൻ ഒറ്റക്ക് കൊടുക്കും. അപ്പം ഇതന്നെ സാരി. ഇതിന് അന്ന് ബ്ലൗസ് വരുന്നത് നീർത്തണം, ഞാൻ മടക്കി വെക്കണ്ടേ. അപ്പം ഇതാണ് സാരി. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മുടെ ചുരുക്കിൻ്റെ സ്ഥലത്ത് ഇങ്ങനെ വരും കേട്ടോ സാരീൻ്റെ. അന്നേരം അതിങ്ങനെ ഇങ്ങനെ തുള്ളി നടക്കുന്നു. സാരി ഇങ്ങനെ ഇടുമ്പോൾ നമ്മളിങ്ങനെ തുള്ളി നടക്കും പോലെ ഉണ്ടാവും. ഇതെല്ലാം വീണു. അപ്പം നല്ലൊരു സാരിയാണ്. ഇതിൻ്റെ കൂടെ ഞാൻ പിന്നെ ഒരു ദിവസം ഒരു നീല ബ്ലൗസ് എല്ലാം മാച്ച് ചെയ്തിട്ട് നോക്കിയേ. കുഴപ്പമില്ല, നല്ല സാരിയാണ്. ഒരുപാട് പ്രാവശ്യം എടുത്തു, കുറേ പ്രാവശ്യം എടുത്തു. എന്നാലും ഇങ്ങനെ തന്നെയുണ്ട്. കുറച്ച് നൂലെല്ലാം വലിഞ്ഞു പോയിന്, എന്നാലും അതുപോലെ തന്നെയുണ്ട്. അടുത്ത സാരി ഇതാണേ. ഇതൊരു സമയത്ത് എൻ്റെ മക്കളെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന സാരിയാണ്. ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ വടകിൻ്റെ ഒരു റോയൽ ടെക്സ്റ്റൈൽസോ അങ്ങനെ എന്തോ, റോയൽ എന്നാണ് അതിൻ്റെ പേര്. ആ ഒരു ടെക്സ്റ്റൈൽസ് പുതിയതായിട്ട് വന്ന സമയത്ത് കുഞ്ഞാവൻ്റെ കല്യാണമായത്, അതായത് ആപ്പൻ്റെ മോളെ കല്യാണമാണ്. അപ്പോൾ എല്ലാവരും കൂടെ അടുത്തേക്ക് അടിക്കുന്നത്, കാരണം പുതിയ ടെക്സ്റ്റൈൽസ് അവിടെ പുതിയ സാധനമെല്ലാം ഉണ്ടാവുക. അങ്ങനെ അവിടെ കാണിക്കുന്ന സാരികളെല്ലാം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് കുഞ്ഞാവൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തൊരു സാരിയാണ് ഇത്. ഇതിൻ്റെ റോസും വയലറ്റും, ഇവിടെ ബോർഡർ വയലറ്റും, ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നീലയായിട്ടാണ്. റോസും വയലറ്റും ഞാനെടുത്ത്, റെഡും വയലറ്റും ബവീച്ചെടുത്ത്, അങ്ങനെ ഞങ്ങൾ രണ്ടാളും കല്യാണത്തിന് ട്വിൻസ് ചെയ്യും. തലേ ദിവസം ഒരുപോലത്തെ ഡ്രസ്സ്, പിറ്റേ ദിവസം ഒരുപോലത്തെ ഡ്രസ്സ്, അങ്ങനെ എടുത്തിട്ട് സാരിയാണിത്. അന്ന് ഉടുത്തതിന് ശേഷം പിന്നെ ഉടുത്തിക്കില്ല. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള സാരികൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഉടുക്കാൻ ഓരോരോ എന്തോ ഒരു മടി പോലെ ഇരിക്കും. അതിൽ നല്ലത് നല്ല കോട്ടൻ്റെ സാരി അങ്ങനെ എടുക്കുന്നത്. ഒരിക്കലും ട്രെൻഡ് പോകാത്ത നല്ല ത്രെഡ് വർക്കുള്ള സാരികളിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ യൂസ് ചെയ്യാം. അത് ഞാൻ ഇപ്പോൾ കുറേ വൈകിയതിന് ശേഷമാണ് പഠിച്ചത്. ഈ ഒരു സാരി എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഫസ്റ്റ് ഉടുക്കുന്ന സാരി. അതായത് നമ്മളെ കല്യാണത്തിന് ഇവരെല്ലാവരും റോസ് കോഡാണ്, ഡ്രസ് കോഡ് റോസാണ്. അപ്പോൾ റോസിൽ പല കളറ്, ഡാർക്ക് റോസ് ആവാം, ലൈറ്റ് റോസ് ആവാം, അങ്ങനെ പല കളറ് റോസ് ഇവർക്ക് ഇടാം. അപ്പം എനിക്ക് റെഡ് സാരിയാണ് പുടവ, ലാലോട്ടെ മറ്റേ ചന്ദന കളറ് സെറ്റിൻ അങ്ങനത്തെ കല്യാണ ചെക്കൻ്റെ ഡ്രസ്സ് ഉണ്ടല്ലോ അതല്ല. അപ്പം നമ്മൾ റോസ് അല്ലല്ലോ. അപ്പം ഇവിടെ വന്നതിന് ശേഷം ലാലോയുടെ ഷർട്ട് മാറി റോസായി, ഞാൻ ഡ്രസ്സ് മാറി ഇതെടുത്ത്. എന്നിട്ടാണ് നമ്മളിവിടുത്തെ ഫാമിലി ഫോട്ടോസ് എല്ലാം എടുത്തത്. കാരണം ഇവിടെ ബാക്കി എല്ലാവരും റോസ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ എടുത്ത സാരിയാണ് ഇത്. പക്ഷെ ഞാൻ പുടവയിന്ന് ഇതിലേക്ക് വരുമ്പോൾ ഞാൻ ആളാകെ മാറിപ്പോയി കേട്ടോ. കാരണം എൻ്റെ കല്യാണ വേഷത്തിൻ്റെ പ്രശ്നങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ആൽബം പറയുന്ന സമയത്ത്. അപ്പം ഈ കല്യാണ വേഷത്തിൽ നിന്ന് തന്നെ
മുഴുവനായിട്ട് മാറ്റിയൊരു സാരിയാണിത്. കാരണം ഇവിടെ വന്ന് പെട്ടെന്ന് എല്ലാവരും ഞാനത് മാറ്റി കഴിഞ്ഞാൽ പറഞ്ഞാൽ ഇത് ഉടുത്തരം എന്ത് രസമാണ് കാണാൻ. കാരണം എൻ്റെ മേക്കപ്പ് അത്രയും അബദ്ധേനു, അത്രയും അബദ്ധാക്കിയതിൽ നിന്ന് നമ്മൾ നോർമൽ ഞാൻ ആരാണോ എന്നെ ഞാനാക്കി മാറ്റിയൊരു സാരിയാണത്. കാരണം ഞാനിത് മാറ്റിയ ഉടനെ എൻ്റെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും എല്ലാം പറഞ്ഞു അശ്വതി ഇതേനും നല്ലത്. കാരണം ചില്ലറ പൈസയും കൊടുത്തിട്ടല്ല മേക്കപ്പ് എല്ലാം ഇട്ടേ, പക്ഷെ വളരെ അബദ്ധമായിപ്പോയി. അങ്ങനെ കൊടുത്തൊരു സാരിയാണിത്. പിന്നെ ഞാൻ കുറേ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാഷ്വൽ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. ഈ സാരിനെ വേറെ ആരെല്ലോ കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ട്. നല്ല സാരിയുണ്ട്, പക്ഷെ ബ്ലൗസ് ഒന്നും ഇനി കുത്തിക്കയറ്റിയാൽ പോലും കയറില്ല. ഞാൻ പല ആംഗിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് സാരി ഇങ്ങനെ കാണിച്ചിരുന്നു കേട്ടോ. അപ്പം നിങ്ങളിത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം. പകുതിക്ക് നിങ്ങൾ ഇട്ടേച്ച് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവൻ എത്ര കഷ്ടപ്പെട്ട് ഒരു വീഡിയോ എടുക്കുന്നതെന്ന് അറിയാവാ. പിന്നെ നമ്മളെ സ്വന്തം സാരി, ഇതാണ് മക്കളെ എൻ്റെ ജീവിതം മാറ്റിമറിച്ച സാരി. അതായത് എൻ്റെ പുടവ സാരി. ഇതാണ് എൻ്റെ പുടവ സാരി കേട്ടോ. റെഡ് കളർ സാരിയാണ്, കുറേ സ്റ്റോണെല്ലാം ഉണ്ട്. അപ്പം ആ സമയത്തിൽ റെഡ് കളറാണ്. പല കളർ ഇടുന്നുണ്ട്, പക്ഷെ റെഡ് കളറാണ് കോമൺ ആയിട്ട് നമ്മൾ ഉടുക്കുന്ന സാരി. ഞാനിത് നിവർത്തുന്നില്ല കേട്ടോ. ഇതാണ്, വേറെ വലിയ സംഭവമൊന്നുമില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഇത് ഭയങ്കര സംഭവമുള്ള സാരി കേട്ടോ. എൻ്റെ ജീവിതത്തിൻ്റെ സാരിയല്ലേ. അപ്പോൾ ഇത് ഞാൻ ഉടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉടുത്തരാണ് എനിക്ക് സാരീൻ്റെ ഒരു ഭംഗി മനസ്സിലായത്. കാരണം ഞാൻ നാച്ചുറലായിട്ട് ഉടുത്തരാണ് എനിക്ക് ഇതിൻ്റെ ഭംഗി മനസ്സിലായത്. അപ്പോൾ ഈ ഒരു സാരി ഇവർ ജയലക്ഷ്മി എന്നാണ് എടുത്തത്. ഈ ഒരു സാരി എടുത്ത് വന്നേരം രാത്രി എന്നെ ലാലോടെ ഫോൺ വിളിച്ച്. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇങ്ങനെ സാരിയെല്ലാം എടുത്ത് ഇങ്ങനെ സാരീൻ്റെ എല്ലാം വിലയെല്ലാം പറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് അശ്വതി സാരീൻ്റെ വില നോക്കുമ്പോൾ ഓരോ കല്ലിനും അടോ വില. ഞാൻ നോക്കി എല്ലാം ഒരേ കളറും ഒരേ മോഡലും, പക്ഷെ കല്ലിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് പൈസയും കൂടുന്നുണ്ട്. ലാലോട് ഉദ്ദേശിച്ച് ഇങ്ങനെ സ്റ്റോൺ ഉണ്ടല്ലോ, സ്റ്റോണ് കൂടുന്നതിനനുസരിച്ചിട്ട് കുറേ എന്താ പറയുന്നറിയില്ല. കാരണം നമ്മൾ പുടവ കാണുമ്പോൾ എല്ലാം ഒരുപോലെ തോന്നും, പക്ഷെ മെറ്റീരിയൽ വ്യത്യാസമായിരിക്കും. അത് കുറച്ച് ബുദ്ധിയുള്ള ഒരിക്കലേ മനസ്സിലാവുള്ളൂ, നമുക്ക് മനസ്സിലാവില്ലല്ലോ. പ്രത്യേകിച്ച് എൻ്റെ ലാലോട്ടിന്. അപ്പോൾ എന്നോട് പറഞ്ഞ എല്ലാം ചോപ്പും ഒരേ മോഡലും കല്ലിനനുസരിച്ചിട്ട് വില കൂടുന്നതിനോട്ട് എനിക്ക് തോന്നിക്കും. അങ്ങനെ എടുത്ത സാരി ആയിട്ട് ഇത് എൻ്റെ പുടവ സാരി. ഈ ഒരു സാരി എന്ന് വെച്ചാൽ ഇതോ ഞാൻ പറഞ്ഞോട്ട് ഒരു ഫാഷൻ വരുമ്പോൾ നമ്മൾ പിറകെ ഓടുമല്ലോ. പുതിയ ഫാഷൻ്റെ സാരി വന്നിട്ടുണ്ട്, എന്നാൽ അതൊന്നും ഇങ്ങ് എടുക്കട്ടെ. അങ്ങനെ എടുത്തൊരു സാരി അന്ന് ഉടുത്ത ശേഷം പിന്നെ ഉടുത്തില്ല. ഇത് കുഞ്ഞാവൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ 9 മാസം ഗർഭിണിയാണ്. എനക്കാണെങ്കിൽ ഒരൊറ്റ ഡ്രസ്സ് കയറുന്നില്ല. ഞാൻ എന്തിടും? കുഞ്ഞാവൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ എന്തിടും? ആകെ 2 ചുരിദാറുണ്ട് ഡോക്ടറെ അടുത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ വീട്ടിൽ നിന്ന് സാരിയും സെറ്റ് സാരി എല്ലാമാണ്. അപ്പോൾ കുഞ്ഞാവൻ്റെ എൻഗേജ്മെൻറ്റിന് എന്തിടും എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ പോയിട്ട് ഒരു സാരി എടുക്കാം. അങ്ങനെ ചെറിയ റേറ്റിന് പോയിട്ട് എടുത്ത സാരിയാണ്. പക്ഷെ അന്ന് ഭയങ്കരമായിട്ട് തിളങ്ങിക്ക് എന്നെ കാണ്ടതേനു. ഞാനിങ്ങനെ തടിച്ച് ഇങ്ങനെയുണ്ട്. ചോപ്പ് സാരി ശരിക്കും തിറണിഞ്ഞ പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ എടുത്തൊരു സാരിയാണത്. ഇത് എൻ്റെ സാൻവിക്കുട്ടീൻ്റെ കൂട്ടലിന്, അതായത് സാൻവിനെ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമല്ലോ അതിനെടുത്ത സാരിയാണ്. ഇത് ഞാൻ പോയിട്ടില്ല, ഇവരെടുത്തതാണ്. നല്ല സാരിയാണ്. ഇതും 2-3 പ്രാവശ്യമെല്ലാം ഞാൻ ഉടുത്തിട്ടുണ്ട്. ഇതിൽ ആ സമയത്തുള്ളൊരു ട്രെൻഡ് സാരികളാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു കസവ് അങ്ങനെയെല്ലാം വരുന്നൊരു സാരിയാണ്. ഇവിടെ അമ്മയും ബബീച്ചിയും പോയിട്ട് എടുത്ത സാരിയാണ് അത്. പിന്നെ ഈ ഒരു സാരി എന്ന് വെച്ചാൽ മാളുവിൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ ഇടാൻ വേണ്ടിയിട്ട് കല്യാൺ കേന്ദ്രയോ കല്യാൺ സിൽസോ എന്ന് പറയില്ല, കോഴിക്കോട് പോയിട്ട് ഞാനും ബബീച്ചി ഇവിടുന്ന് രാവിലെ ട്രെയിന്. അന്നേരം പിന്നെ പിള്ളേർ ചട്ടിയും പട്ടിയൊന്നും ഇല്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും നടക്കാം. അങ്ങനെ സാൻഡി ആയിട്ടില്ല, ബസ്സുമില്ല. അപ്പം ഞാനും ബബീച്ചിയും പറഞ്ഞാൽ നമുക്ക് സാരി എടുക്കാനൊന്ന് കോഴിക്കോടേക്ക് വിടാം. അങ്ങനെ ഞാനും ബബീച്ചി മാത്രം രാവിലെ ട്രെയിന് കയറി കോഴിക്കോട് പോയി. കോഴിക്കോട് നിന്ന് സാരി എടുത്ത് തലേ ദിവസത്തേക്ക് മാത്രമേ സാരി എടുത്തിട്ടുള്ളൂ. പിറ്റേ ദിവസം ഞാൻ എൻ്റെ പുടവയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തലേ ദിവസത്തേക്ക് എടുത്ത സാരിയാണിത്. ഇതിന് റോസ് തന്നെയാണ് ബ്ലൗസ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അന്നേരം എൻ്റെ വിചാരം ഞാൻ ഫാഷൻ ഡിസൈനറാണ് എന്നേനും. ഞാൻ അങ്ങനെ അങ്ങ് ഡിസൈൻ ചെയ്യും. എന്നിട്ട് ഞാൻ ഇതിനെന്ത് പണിയെടുത്തെന്നറിയാമോ? ഈ റോസ് സാരിക്ക് സ്കൈ ബ്ലൂ ബ്ലൗസ്, എന്നിട്ട് ഇതിൻ്റെ കസവ് അതിന് വെച്ചടിച്ച് ഗംഭീരന് മക്കളെ. ഇനിയൊരാളോ അഭിപ്രായം പറയാൻ ബാക്കിയില്ല. പക്ഷെ അന്ന് എൻ്റെ ഫാഷൻ ഡിസൈനർ ചത്തുപോയി. പിന്നെ എണീച്ചില്ല, ജീവൻ വന്നിട്ടില്ല എൻ്റെ ഫാഷൻ ഡിസൈനറിൽ. എൻ്റെ ഉള്ളിലുള്ള ഫാഷൻ ഡിസൈനർ ഇതെൻ്റെ അമ്മേൻ്റെ അല്ല, ഇതെൻ്റെ സാരി.
ഇതെൻ്റെ സാരിയാണ്. ഇത് ആരതോ കല്യാണത്തിനെടുത്ത ചെറിയ റേറ്റിൻ്റെ സാരി, ഒരു വയലറ്റ് സാരി, ചെറിയ റേറ്റിലൊരു സാരിയാണ്. 600-700 ആ ഒരു റേഞ്ച് മാത്രമേ ഉള്ളൂ. കിങ്ങിണീൻ്റെ കല്യാണത്തിന്, എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഒരു സാരിയാണ്. എൻ്റെ പുതിയ കുറേ സാരിയെല്ലാം ഞാൻ അതിൽ കാണിച്ചു പോയി എന്തോന്ന്. ആ വീഡിയോ കാണാത്തവരൊന്ന് പോയിട്ട് കാണണേ, കുറേ സാരി നിങ്ങൾ കാണേ. ഇതടക്കട്ടെ, കഥ പറഞ്ഞുതരാം. ഇത് മാമൻ്റെ വീട്ടിൽ കൂടലിന്, അതായത് ലാലുവേട്ടൻ്റെ മാമൻ്റെ വീട്ടിൽ കൂടലിന് എടുത്തിട്ടുള്ള സാരിയാണ്. ഈ സാരി ഇവരെ കല്യാണവും വീട്ടിൽ കൂടലും ഒരുമിച്ച് ചെയ്യണം. അപ്പോൾ രണ്ടിനും കൂടെ നമ്മൾ പോയിട്ട് കല്യാണ കേന്ദ്രം ഇതിനൊരു 600 550 അങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സാരികൾക്കൊന്നും വലിയൊരു റേറ്റൊന്നുമില്ല, ചെറിയ റേറ്റിൻ്റെ സാരികളാണ്. അപ്പോൾ ഇത് അങ്ങനെ എടുത്തൊരു സാരിയാണ്. ഇത് അമ്മ യൂസ് ചെയ്തിട്ടുണ്ട്, ഇവിടുത്തെ അമ്മയും എൻ്റെ അമ്മയും യൂസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ലൈറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ ഇപ്പം ലൈറ്റ് ഇട്ടെ. ഇത്രയും നേരം കണ്ടവർ ക്ഷമിക്കുക. എനിക്ക് ആദ്യം മുതൽ പിന്നെ എടുക്കാനുള്ള ത്രാണിയില്ല. ഞാൻ വസുവിനെ ഉറക്കിയിട്ടാണ് വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ കണ്ട് സഹകരിക്കുക. ഈ ഒരു സാരി ലാലോട്ടിന് അമ്മേനെ അനിയത്തിൻ്റെ മോളെ കല്യാണത്തിന് പറഞ്ഞ് പച്ചയാണ് കോഡ്. ഇവിടെ ഇതേനും പണി, കോഡ് തീരുമാനിക്കില്ല ഓരോരുത്തരുടെ കല്യാണത്തിന്. എൻ്റെ പഠിച്ചോനെ സാരിയോ ഡ്രസ്സോ കയ്യിലുണ്ടാവോ? പച്ച, നീലമ്മ, ചോപ്പ്, പുള്ളി, തത്തപ്പച്ച, കറുപ്പ് സെറ്റ് സാരി. ഇതേനും അന്നേരത്തെ ഒരു ട്രെൻഡ്. കല്യാണം ആവുമ്പോൾ ചർച്ച വരും, ഏത് കളർ എടുക്കണം. അങ്ങനെ ഒരു കല്യാണത്തിന് വന്ന സാരിയാണ് പച്ച കളറ്. പച്ച സാരി ഇല്ല, കയ്യിലില്ല, എടുക്കണ്ടേ പച്ച സാരി, അങ്ങനെ എടുത്താണ്. അപ്പം ഇത് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് വാങ്ങുന്നത്. അന്നേരം ഒന്നും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഇടലോ അങ്ങനെ ഒന്നുമില്ല, നമ്മൾ റീൽസ് കാണലുണ്ട്, അത്രയേ ഉള്ളൂ. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സാരി കണ്ട്, അപ്പോൾ ഒരു വീഡിയോസ് എല്ലാം ചെയ്യുന്ന ഒരാൾ ഇതിൻ്റെ ഒരു റോസ് സാരി ഇട്ട് കണ്ട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇതിൻ്റെ പച്ചയുണ്ടോ? അങ്ങനെ അടിച്ചു തന്നത്. നല്ല അടിപൊളി സാരിയാണ്. അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ ഗംഭീര സാരിയാണ്. 1000 എത്രയോ അങ്ങനെ 1200 1300 അങ്ങനെയായിട്ടാണ്. നല്ല സാരിയാണ്. അഞ്ജുവിൻ്റെ കല്യാണത്തിൻ്റെ സാരി. ഇത് അമലിൻ്റെ കല്യാണത്തിൻ്റെ സാരി. കുറേ കസിൻസ് ഉള്ളതിനെ കൊണ്ട് എല്ലാവരുടെ കല്യാണത്തിൻ്റെ സാരിയാണ്. ഇത് വളരെ വില കുറവുള്ള സാരിയാണ്. വളരെ വില കുറവെന്ന് പറഞ്ഞാൽ സാരി എടുക്കണം എന്ന് വിചാരിച്ചതല്ല, ചുരിദാർ എന്തെങ്കിലും എടുക്കാം, സാരി എടുക്കണ്ട. കാരണം പിന്നെ യൂസ് ചെയ്യല്ലോ. ഇപ്പം എന്നോട് സാരിയല്ല ഓരോരുത്തർ കല്യാണത്തിന് കൊടുത്തിട്ട് പിന്നെ ഉടുക്കൂല. അങ്ങ് ചുരിദാർ എടുക്കാന്ന് വിചാരിച്ചാൽ പോയാൽ വില കുറവിന് സാരി കണ്ടപ്പോൾ എടുത്തതാണ്. ഇതിൻ്റെ റോസ് ഞാനും എടുത്ത്, നീല ഭവിയിച്ചും എടുത്ത്. ഇത് ഞാൻ പിന്നെ യൂസ് ചെയ്തതിന് നല്ല സാരിയാണ്. ഇത് ഞാൻ ഫാമിലിയിൽ നിന്ന് എടുത്തിട്ടുള്ള. ഇതിപ്പോൾ അടുത്തൊരു 2 വർഷമായിട്ടുള്ള ഒരു സാരിയാണ്. പിന്നെ എൻ്റെ കയ്യിൽ കൂടുതൽ ഈ റോസ് കളറാന്ന് തോന്നുന്നുള്ളത്. ഈ ഒരു സാരി അമ്മായിയമ്മേൻ്റെ സാരിയാണ്. അമ്മായിയമ്മേൻ്റെ 2 സാരിയായി തോന്നുന്നില്ല ഇപ്പം എൻ്റെ കയ്യിൽ. അമ്മ ഇങ്ങനെ ഒഴിവാക്കുമല്ല, ഞാനിങ്ങനെ എടുക്കും. ഇത് അമ്മ ആരതോ കല്യാണത്തിനെടുത്ത സാരിയാണ്. ഇത് ഞാൻ എൻ്റെ കഴിഞ്ഞ പിറന്നാളിനിട്ടിട്ട് എൻ്റെ സാരി അങ്ങാക്കി. ഞാനൊരു റീൽസ് എല്ലാം ചെയ്തുതരാൻ കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്, നല്ല സാരിയാണല്ലോ. ഞാൻ പറഞ്ഞാൽ നല്ല സാരിയാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിങ്ങളോട് പറയുന്നേ ഉള്ളൂ അമ്മേൻ്റെ സാരിയാണെന്ന്. അങ്ങനത്തെ ഒരു സാരിയാണ് അത്. അതിൻ്റെ വിലയും കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അമ്മേൻ്റെ അടുപ്പം വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അതിലും നല്ല നമുക്ക് പറഞ്ഞട നിർത്താം. ഈ ഒരു സാരി അബദ്ധവശാലല്ല നമ്മൾ കുടുങ്ങിപ്പോവാന്നറിയില്ല, അങ്ങനെ എടുത്തൊരു സാരിയാണ് കേട്ടത്. കാരണം നമ്മളൊരു ക്ലബിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അന്ന് തലേ ദിവസം ഇവിടുത്തെ ഭാരവാഹികളെ തീരുമാനിച്ച് നമുക്ക് ഒരുപോലത്തെ സാരി എടുക്കാൻ. അപ്പോൾ പിന്നെ ഒരു പറയുമ്പോൾ നമ്മൾ അതിനെ പറ്റൂല, നമ്മൾ ചെറിയൊരു എമൗണ്ടിനൊരു സാരി എടുക്കാമെന്നെല്ലാം പറയുമ്പോൾ പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാനും റെഡി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പോയി നമ്മൾ വന്ന് വിചാരിച്ച നമ്മളെല്ലാവരും പോയിട്ട് എടുത്ത സാരിയാണ്. അന്നേരം എടുക്കുമ്പോൾ നമ്മൾ വിചാരിച്ച് ഒതുങ്ങി നിൽക്കുന്ന സാരി ആയിരിക്കും. എൻ്റെ മക്കളെ ഉടുത്തേര് ഇങ്ങനെയുള്ളതെല്ലാം കൂടെ നടക്കാനാകുന്നില്ല ശരിക്കും. ഞാൻ പിന്നെ അന്നൊരു പരിപാടിക്ക് എന്നെ കൊണ്ട് അധികം നേരം എനിക്ക് ഉടുക്കേണ്ട വന്നിട്ടില്ല. ഇന്നൊരു വെള്ള ബ്ലൗസ്, റെഡിമെയ്ഡ് ബ്ലൗസ് ഇട്ടിട്ട് പെയർ ചെയ്തിട്ടിട്ട് പിന്നെ ഇട്ടിട്ടില്ല. കാരണം ഇത് ഉടുത്ത് കഴിയുമ്പോൾ ഞാനല്ല ഒന്നാമത് തടിയുള്ളതായതിനെ കൊണ്ട് എനിക്കല്ല ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന സാരികളോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ ഇതൊരു ഒതുങ്ങാത്ത സാരി ആയിപ്പോയി. അങ്ങനെ ഞാൻ കുടുങ്ങിപ്പോയി. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മൈ സാരി. ഇതെൻ്റെ സാരിയല്ല, ഇതിന് ഏകദേശം ഒരു 20 വർഷം പഴക്കമുണ്ടാകും. അപ്പോൾ ഞാനൊരു കഥ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ സാരി കളക്ഷൻ്റെ വീഡിയോ ഇട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ഉടനെ, അതൊരു അരമണിക്കൂറാന്ന് തോന്നുന്നു വീഡിയോ ഉള്ളത്, അരമണിക്കൂറൊന്നും ഉണ്ടോയെന്നറിയില്ല. എനിക്കൊരു കോള്, എൻ്റെ അമ്മയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ വിചാരിച്ച എല്ലാ ദിവസവും വിളിക്കുന്ന പോലെ വിളിക്കുന്നിരിക്കും. ഇപ്പം എന്നോട് ചോദിക്കണം, ഇഞ്ച് ഏതുള്ള സാരി എൻ്റെ അടുത്തുള്ളേ? ഇനി വലിയ കാര്യത്തിൽ വീഡിയോയിൽ പറയുന്നിട്ടല്ലോ, ഇഞ്ച് കുറേ സാരി എൻ്റെ അടുത്തുള്ളേന്ന്, ഇഞ്ച് ഏത് സാരി എൻ്റെ അടുത്തുള്ളേന്ന്. ഞാനങ്ങ് എണ്ണിയില്ല മക്കളെ, എൻ്റെ അടുത്തുള്ള സാരിയല്ലോ, ഓരോടുത്തുള്ള സാരിയല്ലോ. അപ്പോഴാണ് അത് ആകെ 2 നീ പറയുന്നിട്ടേ വിചാരിക്കില്ല കുറേ സാരി എൻ്റെ അടുത്തുള്ളേന്ന്. ഞാൻ പറഞ്ഞാൽ കുറേ നിങ്ങളുടെ അടുത്ത് തന്നെയുള്ള, എനിക്ക് തിരിഞ്ഞിക്ക്
അപ്പം അമ്മ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടേനു എൻ്റെ കുറേ സാരി അമ്മേൻ്റെ അടുത്താണുള്ളത്, കുറേ സാരി അങ്ങാണുള്ളത് എന്നല്ല. അപ്പം അമ്മക്കത് ഭയങ്കര ഒരു മോശമായിപ്പോയി. കാരണം എൻ്റെ സാരി അല്ല അമ്മേൻ്റെ അടുത്താണ് ഉള്ളതെന്ന് വെച്ചിട്ട് എൻ്റെ സാരി അല്ലേ അമ്മമാരിലുണ്ട് ആരും എടുക്കുമല്ലേ ഒരു എടുത്തോട്ടെ എന്ന്. അപ്പം അതിന് ശേഷം ഈ ഒരു സാരി ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നെ ഇപ്പം വിളിക്കും, എൻ്റെ സാരി കണ്ടിട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത് എന്താ പറയാണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞുതരാം, ഇത് എൻ്റെ അമ്മേൻ്റെ സാരിയാണ്. അമ്മേൻ്റെ സാരി എന്ന് വെച്ചാൽ എൻ്റെ ആപ്പൻ്റെ കല്യാണം, അതായത് എൻ്റെ വയസ്സ് ഞാൻ പറയുന്നില്ല, ഏകദേശം ഒരു 20 കൊല്ലം അയക്കുണ്ടാവും 20 അയക്കുണ്ടാവും. ഈ 20 കൊല്ലം മുന്നേ ഇവർ ഫസ്റ്റ് വടകരയുള്ള സൂര്യ ഫസ്റ്റ് പുതിയ സ്റ്റാൻഡിൽ ത്രിവേണി കോംപ്ലക്സിന്റെ മുകളിൽ വന്ന സമയത്ത് അന്ന് 1000 ഉറുപ്പ്യൻ്റെ സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. 1000ന്റെ സാരിയിൽ കൊടുക്കുക അന്നാണ് നമ്മളെ അവസ്ഥ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, അല്ലാണ്ട് പുറത്തുള്ള ആൾക്കാർ ചിലപ്പോൾ കുറേ പൈസേൻ്റെ സാരി കൊടുക്കും. ഞാൻ ജീവിച്ച സാഹചര്യത്തിനനുസരിച്ചിട്ട് 1000 ഉറുപ്പ്യൻ്റെ സാരി, 1000 ഉറുപ്പ്യൻ്റെ ഒരു ഡ്രസ്സ് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അന്ന് എൻ്റെ അമ്മയും എൻ്റെ 2 അച്ഛൻ്റെ പെങ്ങന്മാരും ഈ സാരി ഇങ്ങനെ നിവർത്തിയിട്ടിട്ട് ഇവർക്കിങ്ങനെ കാണിച്ചു കൊടുക്കും. നമ്മളെല്ലാവരും കൂടെ ചെക്കൻ്റെ കൂടെ ഡ്രസ്സ് എടുക്കാൻ പോകും. ഇവര് മൂന്നാളും ഇത് മൂന്നും അങ്ങനെ കൈ മലിട്ടിട്ട് ഒരൊറ്റ നൃത്തം, ഞാക്കിത് മതി, ഇത് ഒന്ന് ഈ കളറ് എൻ്റെ അമ്മ, ഇതിന്റെ വേറൊരു കളർ എൻ്റെ അച്ഛൻ്റെ പെങ്ങള്, പച്ച അച്ഛൻ്റെ മറ്റൊരു പെങ്ങള് കളറ് അത് തന്നെയാന്ന് തോന്നുന്നു. ആപ്പിക്കെടുത്തത് 1000ന്റെ സാരിയാന്ന് തോന്നുന്നു. ഇവര് മൂന്നാളും ഇങ്ങനെ കൈ പിടിച്ചു നടത്തില്ല, ഞാക്കിത് മതി എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്തൊക്കെ നമുക്കിപ്പോൾ പോരാണ്ട് ഇങ്ങ് വരണ്ടേ നമുക്ക്, ഇവലിങ്ങനെ കടുംപിടുത്തം പിടിച്ചെന്നല്ല നമ്മൾ ടെക്സ്റ്റൈൽസ് നിങ്ങൾ പോരണ്ടേ നമുക്ക് എന്നാ പറഞ്ഞ് ബഡ്ജറ്റ് എല്ലാം ആപ്പനപ്പട് തെറ്റിട്ട് ഇങ്ങനെ എല്ലാം പോട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം മാറ്റി എഴുതി 3 എണ്ണത്തിന് വാങ്ങിക്കൊടുത്ത് 1000 ഉറുപ്പ്യൻ്റെ സാരി. അന്നെടുത്ത സാരി ഇത് ഞാൻ കൊണ്ടുവന്ന് വെട്ടിയിട്ട് പാവാട അടിക്കാനാട്ടോ, അല്ലാണ്ട് ഇതിനെ ഉടുക്കാനാവില്ല. സാൻഡ്വിമൊക്കെ നല്ലൊരു പാവാടയും ബ്ലൗസ് അടിക്കണം. എന്നാലും അമ്മ കൊണ്ടുവച്ചിക്കില്ല ഇത്രയും കൊല്ലമായിട്ട്. അങ്ങനത്തെ ഒരു സാരിയാണ് ഇത്. അപ്പം ഇതോട് കൂടിയിട്ട് നമ്മുടെ സാരി കളക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. കഥകൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ അതുമായിട്ടുള്ള കഥകളുമായിട്ട് വരാം. അപ്പം ശരി, ബൈ.